ഹായ് എവരിവൺ, AKRPS ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് 30 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് മുഴുവനായിട്ട് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുന്ന ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിൽ കൂടുതൽ സമയം അയാളെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ലെന്ന് പ്രതിപാദിക്കുന്ന CRPC സെക്ഷൻ 57. വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിൽ കൂടുതൽ സമയം അയാളെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ലെന്ന് പ്രതിപാദിക്കുന്ന CRPC സെക്ഷൻ 57. പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് താൻ തിരഞ്ഞെടുക്കുന്ന വക്കീലിനെ കാണാനുള്ള അവകാശം നൽകുന്ന CRPC സെക്ഷൻ 41D. പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് താൻ തിരഞ്ഞെടുക്കുന്ന വക്കീലിനെ കാണാനുള്ള അവകാശം നൽകുന്ന CRPC സെക്ഷൻ 41D. CRPC സെക്ഷൻ 2H അനുസരിച്ച് അന്വേഷണം എന്ന നടപടി നിർവഹിക്കുന്നത് പോലീസ്. CRPC സെക്ഷൻ 2H അനുസരിച്ച് അന്വേഷണം എന്ന നടപടി നിർവഹിക്കുന്നത് പോലീസ്. CRPC സെക്ഷൻ 161 വിഷയം സാക്ഷികളുടെ പോലീസ് വിസ്താരം. CRPC സെക്ഷൻ 161 വിഷയം സാക്ഷികളുടെ പോലീസ് വിസ്താരം. CRPC പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് യൂണിഫോമും തിരിച്ചറിയൽ കാർഡും ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ 41B. CRPC പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് യൂണിഫോമും തിരിച്ചറിയൽ കാർഡും ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ 41B. CRPC സെക്ഷൻ 180 പ്രതിപാദിച്ചിരിക്കുന്നത് കൃത്യം മറ്റു കുറ്റവുമായുള്ള ബന്ധം കാരണം കുറ്റമാകുന്ന സന്ദർഭങ്ങളിൽ വിചാരണയ്ക്കുള്ള സ്ഥലം. CRPC സെക്ഷൻ 180 പ്രതിപാദിച്ചിരിക്കുന്നത് കൃത്യം മറ്റു കുറ്റവുമായുള്ള ബന്ധം കാരണം കുറ്റമാകുന്ന സന്ദർഭങ്ങളിൽ വിചാരണയ്ക്കുള്ള സ്ഥലം. ചുവടെ പറയുന്നവരിൽ CRPC സെക്ഷൻ 62(1) പ്രകാരം കോടതി അയക്കുന്ന സമൻസ് പ്രസ്തുത വ്യക്തിക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അധികാരം ഇല്ലാത്തത് വാർഡ് മെമ്പർ. ചുവടെ പറയുന്നവരിൽ CRPC സെക്ഷൻ 62(1) പ്രകാരം കോടതി അയക്കുന്ന സമൻസ് പ്രസ്തുത വ്യക്തിക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അധികാരം ഇല്ലാത്തത് വാർഡ് മെമ്പറിന്. CRPC സെക്ഷൻ 160 പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട സാക്ഷികൾ തൻ്റെ മുന്നിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാനുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അധികാരം. CRPC സെക്ഷൻ 160 പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട സാക്ഷികൾ തൻ്റെ മുന്നിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാനുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അധികാരം. അറസ്റ്റ് ചെയ്ത വിവരം മെമ്മോ തയ്യാറാക്കി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഒരു ബന്ധുവിനെയോ ഒരു സുഹൃത്തിനെയും അറിയിക്കാമെന്ന് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറിയിക്കണമെന്ന് അനുശാസിക്കുന്ന CRPC സെക്ഷൻ 41B. അറസ്റ്റ് ചെയ്ത വിവരം മെമ്മോ തയ്യാറാക്കി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഒരു ബന്ധുവിനെയും ഒരു സുഹൃത്തിനെയും അറിയിക്കാമെന്ന് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറിയിക്കണമെന്ന് അനുശാസിക്കുന്ന CRPC സെക്ഷൻ 41B. CRPC വകുപ്പ് 154 ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ C 1ഉം 2ഉമാണ് ശരി. CRPC വകുപ്പ് 154 ബന്ധപ്പെട്ട് ശരിയായത് ലൈംഗിക അതിക്രമത്തിന് ഇരയായത് ശാരീരിക മാനസിക വൈകല്യമുള്ളവരാണെങ്കിൽ അവരുടെ മൊഴി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഓർ ഇൻ്റർപ്രറ്റർ മുഖേന രേഖപ്പെടുത്തേണ്ടതാണ്. ഇത്തരത്തിൽ മൊഴിയെടുക്കുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. CRPC പ്രകാരം കുറ്റസമ്മതം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? മജിസ്ട്രേറ്റിന് മുന്നിൽ മാത്രമേ കുറ്റസമ്മതം രേഖപ്പെടുത്താനാവൂ. CRPC പ്രകാരം കുറ്റസമ്മതം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന മജിസ്ട്രേറ്റിന് മുന്നിൽ മാത്രമേ കുറ്റസമ്മതം രേഖപ്പെടുത്താവൂ. CRPC സെക്ഷൻ 66 പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമൻസ് നൽകേണ്ടതെങ്കിൽ സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സഹിതം ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്? സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ഓഫീസിലെ മേലധികാരിക്ക്.
CRP സെക്ഷൻ 66 പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമൻസ് നൽകേണ്ടതെങ്കിൽ സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സഹിതം ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്? സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ മേലധികാരിക്ക്. സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്തിയില്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അയാളുടെ കുടുംബത്തിലെ മുതിർന്ന പുരുഷന് സമൻസ് നൽകാവുന്നതാണ് എന്ന് പറയുന്ന CRPCയിലെ സെക്ഷൻ 64. സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്തിയില്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അയാളുടെ കുടുംബത്തിലെ മുതിർന്ന പുരുഷന് സമൻസ് നൽകാവുന്നതാണെന്ന് പറയുന്ന CRPCയിലെ സെക്ഷൻ 64. CRPCയിലെ സെക്ഷൻ 183 പ്രതിപാദ്യ വിഷയം യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റം. CRPCയിലെ സെക്ഷൻ 183 പ്രതിപാദ്യ വിഷയം യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റം. CRP സെക്ഷൻ 64 പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രസ്തുത ഉദ്യോഗസ്ഥന് ചെയ്യാവുന്നത് സമൻസ് കൈപ്പറ്റേണ്ട ആൾക്കു പകരം അയാളുടെ കുടുംബത്തിലെ അയാളോടൊപ്പം താമസിക്കുന്ന പ്രായപൂർത്തിയായ ഏതെങ്കിലും ഒരു പുരുഷന് 2 പകർപ്പുകൾ 1 നൽകുക. CRP സെക്ഷൻ 64 പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രസ്തുത ഉദ്യോഗസ്ഥന് ചെയ്യാവുന്നത് സമൻസ് കൈപ്പറ്റേണ്ട ആൾക്കു പകരം അയാളുടെ കുടുംബത്തിലെ അയാളോടൊപ്പം താമസിക്കുന്ന പ്രായപൂർത്തിയായ ഏതെങ്കിലും ഒരു പുരുഷന് 2 പകർപ്പുകൾ 1 നൽകുക. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ പരിശോധന നടത്തുന്ന മെഡിക്കൽ ഓഫീസർ പരിശോധനാ റിപ്പോർട്ടിൻ്റെ ഒരു പകർപ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കോ അയാൾ നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റൊരാൾക്കോ അയച്ചു കൊടുക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്ന CRPC വകുപ്പ് സെക്ഷൻ 54. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ പരിശോധന നടത്തുന്ന മെഡിക്കൽ ഓഫീസർ പരിശോധനാ റിപ്പോർട്ടിൻ്റെ ഒരു പകർപ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കോ അയാൾ നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റൊരാൾക്കോ അയച്ചു കൊടുക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്ന CRPC സെക്ഷൻ 54. താഴെ പറയുന്നവയിൽ CRPCയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? എയും ബിയും ശരിയാണ്. അറസ്റ്റ് ചെയ്ത സ്ത്രീകളെ ദേഹപരിശോധന നടത്തുന്നത് യോഗ്യമായ രീതിയിൽ മറ്റൊരു സ്ത്രീ ആയിരിക്കാം. വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിയിൽ കീഴടങ്ങാത്ത ഒരു വ്യക്തിയെ അന്വേഷണ ഉദ്യോഗസ്ഥന് ബലമായി പിടിച്ച് അറസ്റ്റ് ചെയ്യുകയോ തടഞ്ഞു വയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. താഴെ പറയുന്നവയിൽ CRPCയുമായി ബന്ധപ്പെട്ട് തെറ്റായ സെക്ഷനുകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3, 4 തെറ്റായത്. 1, 3, 4. താഴെ പറയുന്നവയിൽ CRPCയുമായി ബന്ധപ്പെട്ട തെറ്റായ സെക്ഷനുകൾ 1, 3, 4. അപ്പോൾ ശരിയായത് 2 മാത്രമാണ്. സെക്ഷൻ 43 സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റും അങ്ങനെ അറസ്റ്റ് ചെയ്താലുള്ള നടപടിക്രമത്തെ സംബന്ധിച്ചും പറയുന്നതാണ് സെക്ഷൻ 43. CRP സെക്ഷൻ 54 പ്രതിപാദിക്കുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത്. CRPC സെക്ഷൻ 54 പ്രതിപാദിക്കുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത്. CRP സെക്ഷൻ 57 പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര മണിക്കൂർ കൂടുതൽ തടങ്കൽ വെക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 24 മണിക്കൂർ. CRP സെക്ഷൻ 57 പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര മണിക്കൂർ കൂടുതൽ തടങ്കൽ വെക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 24 മണിക്കൂർ. CRP സെക്ഷൻ 3 പ്രതിപാദിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അപേക്ഷയിന്മേൽ പ്രതിയെ ചികിത്സകൻ പരിശോധിക്കുന്നത്. CRP സെക്ഷൻ 3 പ്രതിപാദിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അപേക്ഷയിന്മേൽ പ്രതിയെ ചികിത്സകൻ പരിശോധിക്കുന്നത്. വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിൽ കൂടുതൽ സമയം അയാളെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന CRP സെക്ഷൻ 57. വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിൽ കൂടുതൽ സമയം അയാളെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന CRPC സെക്ഷൻ 57. CRPC പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത വ്യക്തി സായുധ സേന ഉദ്യോഗസ്ഥൻ. CRPC പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത വ്യക്തി സായുധ സേന ഉദ്യോഗസ്ഥൻ. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ സെക്ഷൻ 2H പ്രകാരം കേസിനു വേണ്ടിയുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ.
കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ സെക്ഷൻ 2H പ്രകാരം കേസിന് വേണ്ടിയുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ. അസാധാരണ സാഹചര്യങ്ങളിൽ ഒഴികെ ഒരു സ്ത്രീയെയും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുമ്പും അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതും അത്തരം അസാധാരണ സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കേണ്ടതാണെന്നും വ്യവസ്ഥ ചെയ്യുന്ന CRPC വകുപ്പ് സെക്ഷൻ 46(4). അസാധാരണ സാഹചര്യങ്ങളിൽ ഒഴികെ ഒരു സ്ത്രീയെയും സൂര്യാസ്തമയത്തിനു ശേഷവും സൂര്യോദയത്തിന് മുമ്പും അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതും അത്തരം അസാധാരണ സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കേണ്ടതാണെന്നും വ്യവസ്ഥ ചെയ്യുന്ന CRPC വകുപ്പ് സെക്ഷൻ 46(4). അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ ദേഹപരിശോധനയുമായി ബന്ധപ്പെട്ട CRPC വകുപ്പ് സെക്ഷൻ 51. അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ ദേഹപരിശോധനയുമായി ബന്ധപ്പെട്ട CRPC വകുപ്പ് സെക്ഷൻ 51. CRPC ക്രിമിനൽ നടപടി നിയമസംഹിത പ്രകാരം തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന, ബാക്കി 3 ശരിയാണ്. സെക്ഷൻ 2A എന്ന് പറയുന്നത് ജാമ്യം അനുവദിക്കേണ്ട കുറ്റമാണ്. സെക്ഷൻ 2H അന്വേഷണത്തെക്കുറിച്ച് പറയുന്നു. സെക്ഷൻ 2L കോഗ്നിസബിൾ അല്ലാത്ത കുറ്റം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 4 ശരിയായ പ്രസ്താവനകൾ. CRPC സെക്ഷൻ 51 അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ പരിശോധിക്കുന്നത് സംബന്ധിച്ച്. CRPC സെക്ഷൻ 54 അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത് സംബന്ധിച്ച്. CRPC സെക്ഷൻ 167 അന്വേഷണം 24 മണിക്കൂറിനകം പൂർത്തിയാക്കാതിരുന്നാലുള്ള നടപടിക്രമം. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. CRPC സെക്ഷൻ 2N കുറ്റം. CRPC സെക്ഷൻ 2N കുറ്റം. CRPC സെക്ഷൻ 2W സമൻസ് കേസ്. CRPC സെക്ഷൻ 2W സമൻസ് കേസ്. CRPC സെക്ഷൻ 2X വാറണ്ട്. CRPC സെക്ഷൻ 2X വാറണ്ട്. CRPC സെക്ഷൻ 44 മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റ്. CRPC സെക്ഷൻ 44 മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റ്. CRPCയിലെ 41B വകുപ്പുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി ഏത്? ആൻസർ ഓപ്ഷൻ ബി 1, 2 ശരി. CRPCയിലെ 41B വകുപ്പുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് CRPC 41B അറസ്റ്റിൻ്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും അറസ്റ്റ് ചെയ്യുന്ന ഓഫീസറുടെ ചുമതലയെപ്പറ്റിയും വിശദീകരിക്കുന്നു. ഈ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അയാളുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന നെയിം ബോർഡ് ധരിച്ചിരിക്കണം. ഈ 2 പ്രസ്താവനയുമാണ് ശരിയായിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്ത് പോലീസ് എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 ചോദ്യങ്ങളാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.